നമ്മുടെ ഹെയർ ഗ്രോത്ത് 7 ഡേയ്സ് ചലഞ്ചിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. പനിക്കൂർക്കയുടെ ഇല, ചെമ്പരത്തിപ്പൂവ്, ചെമ്പരത്തിയുടെ ഇല. ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത് നമുക്കിതിലേക്ക് തേയിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പൊടിയാത്ത തേയിലയാണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ കഞ്ഞിവെള്ളമാണ്. തലേ ദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ്. ഈ 7 ദിവസവും നമ്മുടെ ചലഞ്ചിൽ കഞ്ഞിവെള്ളം ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കാണാത്തവർക്കായിട്ട് ഞാൻ എൻഡ് സ്ക്രീനിൽ ആ വീഡിയോ കൊടുത്തേക്കാം. കാണാത്തവർ കാണുക. അപ്പോൾ ചലഞ്ചിൽ നിന്ന് ആരും മാറിയിരിക്കരുത്. എല്ലാവരും ചലഞ്ചിൽ പങ്കെടുക്കുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി തണുത്തതിന് ശേഷം ഒരു അരിപ്പ വെച്ച് അരിച്ചെടുക്കാം. ഇനി നമ്മളിത് ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ തേക്കുന്നത് ആ ഓയിൽ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുടിയിലെ ജട കളയുക. പല്ലകലമുള്ളൊരു ചീപ്പ് ഉപയോഗിച്ച് മുടിയുടെ ജട കളഞ്ഞതിന് ശേഷം ഇത് നമ്മുടെ തലയോട്ടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ കൊഴിഞ്ഞുപോയ മുടികൾ കിളിർത്ത് വരാനും മുടി കൊഴിച്ചിൽ തടയാനും താരൻ മാറാനും അകാല നര തടയാനും ഒക്കെ വളരെ നല്ലതാണിത്. നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. നാളെ വീഡിയോസ് കാണത്തില്ല. കാരണം നമ്മൾ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ മാത്രമേ നമ്മുടെ മുടിയിൽ എന്തെങ്കിലും തേച്ച് കൊടുക്കാവൂ. എല്ലാ ദിവസവും മുടിയിൽ നമ്മളൊന്നും തേച്ച് കൊടുക്കാൻ പാടില്ല. മുടി ഫ്രീ ആയിട്ട് വിടുക. സാധാ വെള്ളത്തിൽ കഴുകിയാൽ മതി. ഇനി നമുക്ക് ബാക്കി വന്നതുകൂടെ ഒഴിച്ചതിന് ശേഷം വിരലുകൾ വെച്ച് ഇതുപോലൊന്ന് മെല്ലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും നമ്മുടെ മുടി കൊഴിച്ചിൽ തടയാനും ഒക്കെ വളരെ നല്ലതാണ്. മുടി നന്നായിട്ട് വളരാനൊക്കെ ഇടയാകും. കൊഴിഞ്ഞുപോയ മുടികളൊക്കെ കിളിർത്ത് വരാനൊക്കെ വളരെ നല്ലതാണ്. ഇനി നമ്മൾ ഈ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുടിയൊന്ന് കെട്ടി വെക്കുക. 20 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചേക്കുക. 20 മിനിറ്റിന് ശേഷം സാധാ വെള്ളത്തിൽ നമുക്ക് കഴുകാം. അപ്പോൾ നിങ്ങളാരും ഷാമ്പു യൂസ് ചെയ്ത് ഇന്ന് കഴുകരുത്. അപ്പോൾ നാളെ വീഡിയോസ് ഉണ്ടാകത്തില്ല. നാളെ ഇനി ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരാണെങ്കിൽ സാധാ വെള്ളത്തിൽ നാളെ മുടി കഴുകിയാൽ മതി. അതെല്ലാം ഡെയിലി ഹെയർ വാഷ് ചെയ്യാത്തവരാണെങ്കിൽ മുടിയിലൊന്നും ചെയ്യേണ്ട. മുടിയിൽ ജട കളഞ്ഞ് ചീകി ഒതുക്കി കെട്ടി വെച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്